السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله مولانا العلي العظيم. സ്നേഹവും ബഹുമാനവുമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ചെറിയ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് നമ്മുടെ ലൈവ് നടത്താൻ സാധിച്ചില്ല. വിഷമമുണ്ട്. ഒരല്പസമയം നമുക്ക് ഇങ്ങനെ പറയാനാണ് ഇന്ന് അള്ളാഹു തീരുമാനിച്ചത്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മുടെയൊക്കെ മക്കൾ മുതഅല്ലിമീങ്ങൾ ഉള്ള മൗലിദിന്റെ മജ്‌ലിസിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും ദുആ ചെയ്യും. നമ്മുടെ സ്ഥാപനത്തിന്റെ ആദ്യമായി ഇറക്കിയ ഒരു കലണ്ടറാണ് ഈ കലണ്ടർ. ഇതുമായി നമ്മുടെ കുട്ടികൾ നിങ്ങളെ ഇൻഷാ അല്ലാഹ് സമീപിക്കും. ഇന്നലെ അവർ കുറെ സ്ഥലത്തൊക്കെ ചെന്നു, നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ സ്വതക്ക ചെയ്തു, പലവരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും കുടുംബത്തിനും ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പ്രത്യേകമായിട്ട് അല്ലാഹുവിന്റെ സഹായം റഹ്മത്തും ബറക്കത്തും അവൻ നിങ്ങൾക്ക് ചൊരിച്ചു നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് രോഗികൾ, ഒരുപാട് വിഷമിക്കുന്ന ആളുകൾ, ഓരോരുത്തരും അവരവർക്കുള്ള മുറാദുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ ഈ നേർച്ചകളും സ്വതക്കയെല്ലാം നൽകുന്നത്. സ്വതക്ക കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ദുനിയാവിൽ എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തിൽ രക്ഷപ്പെടാനും ആഖിറത്തിൽ സലാമത്താകുവാനും ഈമാനോടെ മരിക്കാനും ഒക്കെ കഴിയൂ എന്ന് മനുഷ്യൻ പഠിച്ചു വെക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യൻ നിസ്കാരം നോമ്പ് പോലെയല്ല, ധർമ്മം കൊണ്ടാണ് രക്ഷപ്പെടുക എന്നാണ് എല്ലാ മനുഷ്യരും പഠിച്ചു വെക്കുന്ന ഒരു പഠനമാണത്. അതുകൊണ്ടാണ് മരണസമയത്ത് ഒരാൾ പറയുന്നത് ഞാൻ നിസ്കരിക്കുക, നോമ്പെടുക്കുക എന്നൊന്നുമല്ല, മറിച്ച് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പടച്ചോനെ, ഞാൻ ധർമ്മം കൊടുക്കാം, സ്വതക്ക കൊടുക്കാം, സ്വാലിഹീങ്ങൾ പെട്ടുപോകാം എന്ന് പ്രത്യേകമായ സ്വതക്കയെ എടുത്തു പറയുന്നത് ആ സ്വതക്ക കൊടുത്തുകൊണ്ടെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരവസ്ഥയാണ്, അവസരമാണ് അവസാന സമയത്ത് പോലും എന്ന് അള്ളാഹു പറയുമ്പോൾ ദാനധർമ്മത്തിന്റെ പ്രത്യേകത നമുക്ക് ചിന്തിച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് വിശുദ്ധമായ റബീഉ മാസം ഒരു കോവിഡ് കാലത്ത് വീണ്ടും നമുക്ക് വന്നു. ഈ സമയത്ത് നമ്മുടെ കണ്ണും കരളും കൽബും നമ്മുടെ കുട്ടികളുടെ, നമ്മൾ പഠിക്കുന്ന മതസ്ഥാപനങ്ങളിൽ അവർ പ്രവാചക കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും മജ്‌ലിസുകൾ സംഘടിപ്പിച്ചു. ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് നൽകാറുണ്ട്, ഒരുപാട് മെസ്സേജുകൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. വല്ലാത്തൊരു വേദനയാണ് ഈ റബീഉ മാസം നമുക്കിവിടെ കടന്നു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആവട്ടെ, പക്ഷേ പരീക്ഷണങ്ങൾ ഇനിയും കൂടി വരികയാണോ നമുക്കറിയുന്നില്ല. എല്ലാ മേഖലകളും ഇവിടെ ഓപ്പണായി കഴിഞ്ഞു. നമ്മുടെ മതരംഗം മാത്രമാണ് ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നത് എന്ന് തുറക്കും നമുക്ക് പറയാൻ സാധ്യമല്ല. അള്ളാഹു വേഗത്തിൽ തുറക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ മേഖലകളും ഇതിന്റെ ഇടയിൽ നമുക്ക് ബന്ധപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചുപോയി, കോവിഡ് ബാധിച്ച് മരിച്ചു. ഇപ്പൊ മിനിഞ്ഞാന്ന് എന്റെ അയൽവാസി, എന്റെ വീടിന്റെ നേരെ ബാക്കിലുള്ള ഇബ്രാഹിമിച്ച സർ സയ്യിദ് കോളേജിന്റെ അടുത്ത് ഫോട്ടോസ്റ്റാറ്റിന്റെ അതുപോലെ തന്നെ പെന്ന് പുസ്തകമൊക്കെ വിൽക്കുന്ന ആ സഹോദരൻ അറിയാത്തവര് വളരെ കുറവായിരിക്കും. നല്ലൊരു മനുഷ്യൻ, ആരോടും പുഞ്ചിരിക്കുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ് അയാളുടെ ആ ഒരു സ്വഭാവ മഹിമ കൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മൂപ്പരെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന വാർത്ത കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗത്തിൽ വലിയ പദവി അല്ലാഹു നൽകുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ ദുആ ചെയ്യാനല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ.
ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ പലവരും ഇപ്പോ ആശുപത്രികളിലാണ്. പനി വന്നു, ശക്തമായ പനി വന്നിട്ട് പരിശോധിച്ചപ്പോ പോസിറ്റീവാണ്. പോസിറ്റീവായി കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ പിന്നെന്താ സ്ഥിതി? ആംബുലൻസ് വരും. ഒരിക്കലോ മംഗലാപുരത്തേക്കോ പരിയാരത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോകത്തേക്കോ ഈ രോഗിയെ കൊണ്ടുപോകും. ഈ ആംബുലൻസ് കാണുമ്പോൾ തന്നെ ഈ രോഗിക്ക് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. മരിക്കുന്ന രംഗം എല്ലാവർക്കും ഇന്ന് ആംബുലൻസ് കാണുമ്പോൾ ഒരു പേടിയാണ്. മയ്യത്ത് കട്ടില് കാണുമ്പോൾ നമുക്ക് അത്ര പേടിയില്ല. എന്തേ കാരണം? ഉമ്മ മരിക്കാൻ പോണ നേരത്ത് ആ ഉമ്മയൊന്ന് താങ്ങി വലിച്ച് മടിയിലോ മാറിലോ ചേർത്തി വെക്കാൻ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. ആ ഉമ്മാക്കൊരു തുള്ളി വെള്ളം കൊടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്. കലിമ ചൊല്ലി കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. ആ മരിച്ചു കഴിഞ്ഞാൽ മരിക്കും മുമ്പ് ഒരു യാസീൻ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. യാ അല്ലാഹ്, മരിച്ചു കഴിഞ്ഞാൽ കണ്ണടയ്ക്കുവാനും താടി കെട്ടുവാനും കൃത്യമായ റാഹത്തോടെ കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യുവാനും നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. കഫൻ ചെയ്ത് കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിലേക്ക് വെക്കാൻ ആളുകൾക്ക് വല്ലാത്ത ആവേശമാണ്. കൂട്ടുകുടുംബങ്ങളെല്ലാം വന്നുകൊണ്ട് കണ്ണിറയെ അവർ കണ്ടു, അവർ സമാധാനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അതെല്ലാം നമുക്കൊരു വലിയ സമാധാനം തന്നെയാണ്. ആ മയ്യത്ത് കട്ടിൽ ചുമക്കാൻ ആളുകൾക്ക് വല്ലാത്ത ആവേശമാണ്. കലിമ ചൊല്ലി ദിക്ർ ചൊല്ലിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഖബറിലേക്ക് ഇറക്കി വെക്കാനും ആളുകൾക്ക് വല്ലാത്ത ആവേശവും മത്സരവുമാണ്. പക്ഷേ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ആ മനുഷ്യൻ മരിച്ചിട്ടല്ലല്ലോ പോകുന്നത്, ജീവനോടെ. പനി കൂടി പോയിട്ട് പരിശോധിച്ചിട്ട് പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല, ഭാര്യയില്ല, മക്കളില്ല. ഇനി ആര് ഞാൻ കാണുമല്ലോ? എന്റെ ഭാര്യയെ കാണുമോ? എന്റെ മക്കളെ കാണുമോ? ഇനി എന്താണ് എന്റെ അവസ്ഥ എന്നൊരു ഭീതിയോടെ മരിക്കാതെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു ദുരനുഭവം ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് പേടിക്കാനുള്ളത്? പേടിച്ചുകൊണ്ടാണ് പല ആളുകൾക്കും രോഗം കൂടി പോകുന്നത്. പേടിച്ചുകൊണ്ടാണ് പലവരും ഇന്നിവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ പേടിക്കാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് പേടിക്കുന്നു? ഇവിടെയുള്ള ഭരണകൂടങ്ങളും ആരോഗ്യ മേഖലകളും നമ്മളെ പേടിപ്പിക്കുകയാണോ? ഇതായി മിഞ്ഞാത്ത പത്രം ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. നമ്മുടെ ഉമ്മയെ പോലെയുള്ള ഒരു ഉമ്മ, നമ്മുടെ പെങ്ങളെ പോലെയുള്ള ഒരു പെങ്ങള്, സുബ്ഹാനല്ലാഹ്, എന്റെ ജില്ലയിൽ, എന്റെ നാടിന്റെ അടുത്ത് എരുമപ്പെട്ടിയിൽ കോവിഡ് രോഗിയായ ഈ ഒരു ഉമ്മയോട് കാണിച്ച ക്രൂരത നിങ്ങൾ നോക്ക്. കൈ കെട്ടിയിട്ടിട്ട് കട്ടിലിതാതെ കിടത്തിയിരിക്കുന്നു. എന്നിട്ട് താഴെ വീണ് തലപൊട്ടിയിട്ട് രക്തം ഒലിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രം. തൊട്ടപ്പുറത്ത് വേറെ ഒരു സഹോദരയുടെ മയ്യത്ത്, അത് ആകെ ഇഴുകിപ്പോയ അവസ്ഥയിൽ തന്റെ ബന്ധുക്കൾക്ക് ലഭിക്കുന്നു. തൊട്ട് താഴെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ദുരനുഭവങ്ങൾ. ഓരോ ദിവസങ്ങളും ഇങ്ങനെ പത്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ നമുക്ക് താങ്ങാൻ കഴിയുന്നതിന്റെയും അപ്പുറമാണ്. നാളെ എന്താണ് ഈ സമുദായത്തിന്റെ അവസ്ഥ? അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മയ്യത്ത് കട്ടിലിനേക്കാൾ പേടിക്കേണ്ട ഒരു അവസ്ഥ ആംബുലൻസുകളെ കാണുമ്പോൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ എത്രയോ ആളുകൾ ഇതാ നമ്മുടെ അടുത്ത്. നമ്മുടെയൊക്കെ മൻസൂറിനറിയില്ലേ നിങ്ങൾക്ക്? മൻസൂറിനെ എല്ലാവർക്കും അറിയാലോ. നമ്മൾ ടൗൺ കച്ചവടം ചെയ്യുന്ന താലോലം എന്ന കട നടത്തുന്ന മൻസൂറിന്റെ നേരെ അയൽവാസി, വീടിന്റെ ബാക്കിൽ താമസിക്കുന്ന അബ്ദുള്ള എന്നൊരു സഹോദരൻ, ഇവിടുന്ന് നല്ല വലിയ വിഷമങ്ങളോ ഒന്നുമില്ലാതെയാണ് പരിയാരത്ത് പോയത്. ഇന്ന് വല്ലാത്ത ഒരവസ്ഥയിലാണ്, വല്ലാത്തൊരു പേടിയിലാണ് ആ സഹോദരൻ. എല്ലാം പെൺകുട്ടികളാണ്. വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സഹോദരൻ വല്ലാത്തൊരു സീരിയസ് ആയ അവസ്ഥയിലാണ്. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകിയിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് എത്തിക്കുമാറാകട്ടെ. എന്താണ് ആ കുടുംബത്തിന്റെ അവസ്ഥ? ഇപ്പൊ ആരുണ്ട്? ആരും ഉണ്ടാവുകയില്ല. പടച്ചോനെ, കുടുംബങ്ങൾ വരുന്നില്ലല്ലോ. ഒരാളെയും എനിക്കൊന്ന് കാണാനോ പറയാനോ താങ്ങാനോ പിടിക്കാനോ
മനസ്സിന്റെ വേദനകൾ തുറക്കാനോ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ എൻ്റെ ഭാര്യയോ മക്കളോ ആരുമില്ലല്ലോ റബ്ബേ എന്നുള്ള ചിന്തയിലും ഭീതിയിലുമല്ലേ മുഅ്മിനീങ്ങളെ അവരൊക്കെ ഉള്ളത്. അല്ലാഹ് ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമാണ് പേടിച്ചിട്ട് മനുഷ്യൻ മരിച്ചു പോകുമെങ്കിൽ വിശ്വാസികളെ ഞാനൊരൊറ്റ കാര്യം പറയാനാണ് ഇന്ന് ഈ ഒരു സംസാരം. എന്താണെന്നറിയുമോ? ശരിയാണ്, ഒരാളും നമുക്കില്ല. നമ്മളെ കൊണ്ടോടുമ്പോൾ ഒരാളും ആംബുലൻസിലില്ല. ഏതോ ലോകത്ത് നമ്മളെ എത്തിച്ചു. റബ്ബേ എന്റെ അവസ്ഥ കാണാൻ ആരുമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസി, നീ അങ്ങനെ ചിന്തിക്കരുത്. നിന്റെ വേദനകൾ കാണാൻ, നിന്റെ സങ്കടങ്ങൾ കാണാൻ, നിന്റെ വേദനകൾ വേദനിക്കുന്ന ഒരാൾ നിനക്ക് ഈ ദുനിയാവിലുണ്ട്, ഒരാൾ നിനക്കുണ്ട്. അത് നീ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഏതൊരു വേദനകൾ വന്നാലും എപ്പോൾ ഏത് സമയത്ത് നിങ്ങൾക്ക് അസുഖം വന്നു, പനി പിടിച്ചു, പോസിറ്റീവായി അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അവിടെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി വേദനിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അസഹ്യത അനുഭവപ്പെടുന്ന ഒരാളുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ആരാണത്? ഉമ്മയാണോ അല്ല, ബാപ്പയാണോ അല്ല, കുടുംബങ്ങളാണോ അല്ല, ഭാര്യയല്ല, മക്കളല്ല, പിന്നെ ആരാ മുഅ്മിനേ? ഇല്ല ഇല്ല ഇല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഒരു മഹാനുമായി നിങ്ങൾക്കിന്ന് ബന്ധം വളരെ കുറവാണ്. ആ ഹബീബ് ആരാന്നറിയുമോ? ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഖൗലിൻ മിനൽ അഹ്വാനി മുഖ്തഹിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനാജനകമാകുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അതാണ് മഹ്ശറ മുറ്റം. അവിടെ പോലും ആ ശഫാഅത്ത് ആഗ്രഹിക്കപ്പെടുന്നു. ഒരു ഹബീബ് നമുക്കുണ്ട്. ആ ഹബീബല്ലാതെ ഒരാളും നമുക്ക് വേദനിക്കാനില്ല, അതുപോലെ വേദനിക്കാനില്ല എന്ന് അല്ലാഹുവല്ലേ പറയുന്നത് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും. ആ ഒരൊറ്റ പ്രയോഗം മതിയല്ലേ? അല്ലാഹു അല്ലേ പറയുന്നത്, മനുഷ്യരെ, വിശ്വാസികളെ, അറബികളെ, ലോകരെ, നിങ്ങൾക്കിതാ റസൂല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സമ്മാനമായി, എന്റെ ഒരു ഹദിയായി, ഗിഫ്റ്റായിട്ട്, അഷ്റഫുൽ ഖൽഖായിട്ട്, ലോകത്തിലുള്ള സർവമാന സൃഷ്ടികളിലും ഒന്നാമനും ഏറ്റവും ഉന്നതനുമായി കൊണ്ട് നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ ഇതാ തന്നിരിക്കുന്നു. നിങ്ങൾ അരികിലേക്ക് വന്നിരിക്കുന്നു. സ്വീകരിച്ചോളൂ, നിങ്ങൾ പിൻപറ്റിക്കോളൂ, നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാറ്റിന്റെയും ആശ്രയമായിട്ട് നിങ്ങൾ കണ്ടോളൂ. അല്ലാഹു പറയുമ്പോൾ ആരാണ് നബി, ആരാണ് റസൂല്? അസീസുൻ അലൈക്കും അസീസുൻ അലൈഹി മാ അനിതും. നിങ്ങൾക്ക് എന്തൊരു വേദന വന്നാലും, നിങ്ങൾക്ക് പോസിറ്റീവായാലും, കോവിഡ് ബാധിച്ചാലും, ഏത് വിഷമങ്ങൾ നിങ്ങൾക്ക് എത്തിയാലും മതി, ഏറ്റവും വലിയ വേദനയും സങ്കടവും ഉള്ള ആളാണ്, അസഹ്യത അനുഭവപ്പെടുന്ന ആളാണ് ആ റസൂൽ എന്ന് അല്ലാഹു പറയുമ്പോൾ ആരുണ്ട് നമുക്കിങ്ങനെ? നമുക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്ന ആരുണ്ട് ഇതുപോലെ? ഇല്ല ഇല്ല മുഅ്മിനീങ്ങളെ, ഒരാളുമില്ല ലോകത്ത്. നമ്മുടെ ഭാര്യമാര് പോലും നമ്മളെ പിടിച്ച് പുറത്താക്കിയില്ലേ? നമ്മൾ വായിച്ചില്ലേ? ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഗേറ്റിന്റെ പുറത്തിട്ടില്ലേ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ജീവിതം അവർക്ക് വേണ്ടി മാറ്റിവെച്ചു, അവർക്ക് വേണ്ടി ഒരുപാട് സഹിച്ചു, അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, രോഗിയായി. എന്നിട്ട് നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വീട്ടിലേക്ക് നമ്മൾ ഒരുപാട് ചുമടുകളുമായിട്ട്, മക്കൾക്കുള്ള സാധനങ്ങളും വാങ്ങിയിട്ട്, ബാഗുമായിട്ട്, വലിയ ലഗേജുമായിട്ട് കടന്നു വന്നപ്പോൾ ഭാര്യമാരാണ് മക്കളും പിടിച്ച് പുറത്താക്കിയ വാർത്ത നമ്മൾ കോവിഡ് കാലത്ത് കേട്ടു. ഇന്നും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ വാർത്തകളാണ് എങ്കിൽ ഇല്ല ഇല്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി.
സമാനമായ സ്നേഹം തരുന്ന ഇതുപോലെ വേദനിക്കുന്ന ഒരു ഉമ്മയോ ഉപ്പയോ നമുക്കില്ല. ഉമ്മയാണോ മുത്തുനബി ബാപ്പയാണോ? അല്ല. എന്നാൽ നമ്മുടെയൊക്കെ ആത്മാവിന്റെ റൂഹിന്റെ ബാപ്പയാണ് ഹബീബ് റസൂലുള്ളാഹ്. ആദ്യമായിട്ട് ഈ ലോകത്ത് അല്ലാഹു പടച്ചത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ ചോദിച്ചു ജിബ്രീൽ കം ഉമറുക മിനസ്സിനി, എത്രയാ നിങ്ങളുടെ വയസ്സ്? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു ഒരിക്കൽ, നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കറിയില്ല, എനിക്ക് ഒരു കാര്യം അറിയാം. അതെന്താണെന്നറിയുമോ? ഗൈറ അന്നീ ലസ്തു അലമു ഗൈറ അന്നീ റഅയ്തു ഫിൽ ഹിജാബിർ റാബിഅ. ഞാൻ 4-ാം ആകാശത്ത് ഒരു നക്ഷത്രത്തിനെ കാണാറുണ്ട്. ആ നക്ഷത്രത്തിന് 70,000 വർഷം കൂടുമ്പോഴാണ് കാണുന്നത്. 70,000 വർഷം കൂടുമ്പോൾ നന്നായി ജ്വലിക്കുന്ന ഒരു മുനീറായ സിറാജം, മുനീറായ നക്ഷത്രത്തെ ഞാൻ കാണാറുണ്ട് ഹബീബേ. അങ്ങനെ ഞാൻ 70,000 വർഷം കൂടുമ്പോൾ ഉദയം ചെയ്യുന്ന ഒരു സിറാജം മുനീറിനെ കണ്ടു എങ്കിൽ അങ്ങനെ ഞാൻ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഹബീബ്. എങ്കിൽ കൂട്ടി നോക്കൂ എത്ര കാലം. 72,000 ഗുണിക്കണം 70,000, എത്ര കോടിയാണ് നമുക്ക് കിട്ടുക? ആ സമയം ഹബീബ് പറയുന്നു, അനദാലിക്കൽ കൗകബു, ആ നക്ഷത്രം ഞാനായിരുന്നു ജിബ്രീൽ ഹബീബ് റസൂലുള്ളാഹ്. അപ്പോൾ എത്രയാണ് ജിബ്രീലിന്റെ വയസ്സ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം വയസ്സ് എത്രയാ നമുക്ക് പറയാൻ പറ്റൂല. എത്ര കൊല്ലം മുമ്പ്, കാലം മുമ്പാണ് ഹബീബിനെ അള്ളാഹു പടച്ചത്. ആ പ്രകാശം അള്ളാഹുവിനിക്ക് അത്രയും കാലം, അത്രയും വർഷങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹബീബിന്റെ മഹത്വന്മാർക്കാണ് പറയാൻ കഴിയുക. ഒരു ജൂതൻ വന്നുകൊണ്ട് ചോദിക്കുന്നു, അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് ചോദിക്കുകയാണ്, അലി സിഫ്ലനാ സിഫത്തൻ താമ്മ, ഒന്ന് പറഞ്ഞു കാട്ട് നിന്റെ നേതാവിന്റെ പൂരിഷ പൂർണ്ണമായും ഒന്ന് പഠിപ്പിക്കൂ അലി എന്ന് പറഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ് ജൂതനോട് അങ്ങോട്ട് ചോദിച്ചു, സിഫ്ലി അനി ദുനിയാ, ദുനിയാവിനെ കുറിച്ച് നീയും എനിക്ക് വിവരിച്ചതാണോ? എന്നാ എന്റെ ഹബീബിനെ പറ്റി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ എനിക്ക് കഴിയും? ഈ ദുനിയാവിലുള്ള ഉറുമ്പുകളെ പറ്റി പോലും പറയാൻ എനിക്കാകൂല്ല. ഈ ദുനിയാവിനെ പറ്റിയിട്ട് ഞാൻ എങ്ങനെ പറയും അലി എന്ന് ചോദിച്ചപ്പോൾ, ഏ സഹോദര, ദുനിയാവിനെ പറ്റി അല്ലാഹു പറഞ്ഞത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവ് വളരെ കുറച്ചല്ലേ. മറിച്ച് എന്റെ ഹബീബിനെ പറ്റിയിട്ട് പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ആ ഹബീബിന്റെ സ്വഭാവം മാത്രം അത് വളരെ വലുതും വളരെ വിശാലമാണ്. അത് വളരെ കൂടുതലാണ്. ദുനിയാവിലുള്ള എണ്ണത്തെക്കാൾ എത്രയോ കൂടുതലാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ നിനക്ക് ഈ ദുനിയാവെന്ന് പറയുന്ന കുറച്ച് നിനക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ കൂടുതലുള്ള എന്റെ ഹബീബിന്റെ മഹത്വം ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? ഫഇന്ന ഫള റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻ ഹുനാതിഖും ബിഫമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇല്ല ഒരാൾക്കും പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കുവാനോ ബോധ്യപ്പെടുത്തുവാനോ കഴിയാത്തതാണ് ഹബീബിന്റെ മഹത്വം. യാ അല്ലാഹ്, എല്ലാ പ്രവാചകന്മാരും ആ മുത്തിനോട് വളരെ അടുത്തെത്തിയിട്ടില്ലല്ലോ. അവര് പോലും മുത്തിന്റെ അടുത്തെത്തിയിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരാരാണ്? ഫഖൻ നബിയീന ഫീ
خلق وفي خلق ولم يدانوه في علم ولا كرم. ഒരൊറ്റ നബിക്കും ഹബീബിന്റെ അടുത്തേക്ക് എത്താൻ ഇൽമു കൊണ്ടോ കറമു കൊണ്ടോ സാധിച്ചിട്ടില്ല എന്ന് ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആരാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹരി ഔ റസ്ഫൻ മിനദ് ദിയമി. ഹബീബ് എന്ന് പറയുന്ന വിജ്ഞാന സാഗരത്തിൽ നിന്ന് ഒരു കുമ്പിൾ കോരി കുടിക്കാത്ത നബിയുമില്ല. അത്രേ അവർക്കൊക്കെ സാധിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആ മഴത്തുള്ളികളിൽ നിന്ന് ഏതാനും കുറച്ച് തുള്ളികൾ വായിലേക്ക് വീഴ്ത്തുവാൻ മാത്രമേ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അത്രയും വലിയ വിജ്ഞാനത്തിന്റെ സാഗരമായ കാരുണ്യത്തിന്റെ കേദാരമായ അലിവിന്റെ റൗഫത്തിന്റെ വലിയ ലോകമാകുന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സമുദായത്തോടുള്ള ബന്ധമാണ് പടച്ചവൻ പറയുന്നത്. അസീസുൻ അലൈഹി മാ അനിതും മുഅ്മിനേ. ആ ഹബീബിനെ വിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കൊറോണ കാലം വന്നപ്പോൾ ആരുമില്ലല്ലോ എനിക്ക്, പോസിറ്റീവായാൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നല്ലോ എന്ന് വേദനിക്കുന്ന വിശ്വാസി, ഒരിക്കലും ആരൊറ്റപ്പെടുത്തിയാലും നിന്നോടൊപ്പം നിന്റെ ആംബുലൻസിലും നിന്ന് കിടക്കുന്ന ബെഡിന്റെ ചാരത്തും നിന്റെ തലയുടെ ഭാഗത്തും നിന്റെ അരികിൽ ചാരി നിന്നെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്ന ഒരാൾ നിന്നോടൊപ്പമുണ്ട്. അതാരാന്നറിയുമോ? വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയണേ. ആ ഹബീബിനെ വിട്ടുകൊണ്ട് നീ എവിടത്തേക്കാ പോകുന്നത്? അത് മാത്രമല്ല, ശേഷം അല്ലാഹ് പറയട്ടെ, ഹരീസുൻ അലൈക്കും, നിങ്ങൾ രക്ഷപ്പെടാൻ, നിങ്ങൾ സ്വർഗ്ഗക്കാരാവാൻ, നരകത്തിൽ നിന്ന് സലാമത്താവാൻ, നിങ്ങൾ ഹിദായത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാം, നിങ്ങൾ മുസ്തഖീമായ മാർഗത്തിലേക്ക് കടന്നു വരാൻ, നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ, നിങ്ങൾ നല്ല സമാധാനത്തോടെ സുഭിക്ഷമായി ദുനിയാവിൽ ജീവിക്കാൻ, ആഖിറത്തെ സ്വർഗ്ഗത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആർത്തിയും ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുന്ന ഒരേ ഒരാൾ ഹബീബുനാ മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട്, ഈമാനുള്ളവരോട്, അല്ലാത്തവരോടല്ല. വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഹബീബിനെ ശരിക്കും പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മനസ്സിന്റെ അകത്ത് ഹബീബിനെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന വിശ്വാസികളെ, ആ വിശ്വാസികളോട് റഊഫാണ്, റഹീമാണ്. ആര്? അല്ലാഹുവിനെ പറ്റിയല്ല ഈ പറയുന്നത്. അല്ലാഹുവിന്റെ പേര് അപ്പാട് അങ്ങനെ തന്നെ അങ്ങ് പകർത്തി കൊടുത്തിരിക്കുന്ന ഒരേ ഒരാൾ. ഇബ്രാഹിം നബിക്ക് ഈ പേരില്ല, മൂസാ നബിക്ക് ഈ പേരില്ല, ഒരു നബിമാർക്കും ഈ പേര് അല്ലാഹു കൊടുത്തില്ല. റഊഫ് എന്ന പേര് അല്ലാഹുവിന്റെ പേരാണ്, റഹീം എന്ന പേര് അല്ലാഹുവിന്റെ പേരാണ്. റഹീമിനേക്കാൾ കാരുണ്യം കൂടിപ്പോയാൽ ഉണ്ടാവും ദയ, കാരുണ്യം കൂടുമ്പോൾ ഉണ്ടാവുന്ന റൗഫത്ത്, ആ റൗഫത്തിന്റെയും റഹമത്തിന്റെയും കേദാരമാണ്, ഉടമയാണ് നിങ്ങളുടെ നേതാവ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. പോരെ നമുക്ക് പോരെ മുഅ്മിനീങ്ങളെ? ഈ സമുദായത്തോട്, മുഅ്മിനീങ്ങളോട് മാത്രം റഹീം എന്ന് പറഞ്ഞാൽ ഖാസായ റഹമത്താണ്, പ്രത്യേകമായ റഹമത്താണ്. എന്താ റഹീമിന്റെ അർത്ഥം? വഴിപ്പെട്ടവർക്ക് മാത്രം പ്രത്യേകമായിട്ട് റഹമത്ത് ചെയ്യുന്നവൻ എന്നല്ലേ അതിന്റെ അർത്ഥം. ആ പേരാണ് അവന്റെ ഹബീബായ റസൂലുള്ളാഹ് തങ്ങൾക്ക് അല്ലാഹ് വെച്ചിരിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ റഹമത്തും നമുക്ക് ഇവിടെ ലഭിക്കുമെന്ന് അല്ലാഹ് പറയുമ്പോൾ എത്രയോ സ്വഹാബികൾ, ലക്ഷക്കണക്കായ സ്വഹാബികൾ അവരത് അനുഭവിച്ചിട്ടുണ്ട്. ആ റഹമത്ത് അവർ കണ്ടിട്ടുണ്ട്. ഇവിടെ വണങ്ങിപ്പോയ ഈത്തപ്പന മരത്തിന്റെ തടി പോലും ഹബീബിന്റെ ആ റഹമത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ വാത്സല്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സഹോദരി കൊണ്ടുവന്ന് വെച്ച ആദ്യത്തെ മിമ്പറ, മദീനത്തെ പള്ളിയിലെ ആദ്യത്തെ മിമ്പറ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇതുവരെ ചാരി നിന്നുകൊണ്ട് പ്രസംഗിച്ച വണങ്ങിപ്പോയ ഒരു ഈത്തപ്പന തടിയാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ തേങ്ങി കരയുന്ന പോലെ കരഞ്ഞത്. എന്റെ ഹബീബിന്റെ ശരീരം എനിക്ക് സ്പർശിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരു ഈത്തപ്പന തടി പോലും കരഞ്ഞു
എങ്കിൽ കാട്ടിലെ മൃഗങ്ങളും നാട്ടിലെ മരങ്ങളും എല്ലാ ജീവജാലങ്ങളും ആ ഹബീബുമായി ബന്ധപ്പെട്ടു എങ്കിലും ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ഒരു കഴുതയെ കിട്ടിയില്ലേ ഹബീബിലേക്ക്? ആ കഴുത സംസാരിച്ചു ഹബീബിനോട്, നബിയേ, എന്റെ വർഗത്തിൽ അവസാനത്തെ ആളാണ് ഞാൻ, എന്റെ പേര് യസീദ് ബിൻ ശിഹാബ് എന്നാണ് ഹബീബ്. ആ സമയം ഹബീബ് ആ കഴുതയോട് പറഞ്ഞു, അല്ല, നിന്റെ പേര് യഅഫൂർ, ഞാൻ നിനക്ക് പേര് മാറ്റിയിരിക്കുന്നു, ജൂതന്നിട്ട പേര് വേണ്ട, എന്റെ പേര് കിടക്കട്ടെ എന്ന് കഴുതയോട്. ആ കഴുതയാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് മദീനത്തെ പള്ളിയിൽ ജീവിച്ചത്. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ കിട്ടണമെങ്കിൽ കഴുതയോട് പറയും, യഅഫൂറിനോട് പറയും. യഅഫൂർ നേരെ പോയിട്ട് ബിലാലിന്റെ വാതില് മുട്ടും, സിദ്ദീഖ് തങ്ങളുടെ വാതില് മുട്ടും, നിങ്ങളെ വിളിക്കുന്നു റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായപ്പോൾ സ്വഹാബാക്കളൊക്കെ കരയുന്നു. എല്ലാവരും വല്ലാത്ത വേദനയിലാണ്. അവരത്രമാത്രം ദുഃഖിച്ചു ദിവസം കഴിഞ്ഞു പോയിട്ടില്ല. മദീനക്കാര് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എപ്പോഴാണെന്നറിയോ? ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. 2-3 ദിവസങ്ങൾ, 4-5 ദിനരാത്രങ്ങൾ ഹബീബിനെ കാത്തിരുന്ന് ഈത്തപ്പന മരത്തിന്റെ മുകളിൽ ഭക്ഷണവുമായി കയറിയിട്ട് ഈത്തപ്പഴം തിന്നുകൊണ്ട് ആ ഹബീബ് വരുന്നത് ഒട്ടകത്തിന് നോക്കിക്കൊണ്ടിരുന്ന മദീനക്കാർ. അന്നാണ് അവര് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നത് റബീഉൽ അവ്വൽ മാസം 12-ന്, ഒരു തിങ്കളാഴ്ചയാണെങ്കിൽ അവർ ത്വാലഅൽ ചൊല്ലി സ്വീകരിച്ചു എങ്കിൽ അന്നാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതോ, ഏറ്റവും കൂടുതൽ വേദനിച്ചതോ, അത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തോട് മരിച്ചു പോയപ്പോഴാണ്, പിരിഞ്ഞു പോയപ്പോഴാണ്. ഈ സമയം ഈ യഅഫൂർ എന്ന് പറയുന്ന കഴുത, ആ കഴുത ഓടി വന്നു ഹബീബ് ഒരു നോട്ടം നോക്കിയിട്ട്, യാ അല്ലാഹ്, ഒരൊറ്റ ഓട്ടമാണ്. ഓടിയിട്ടൊരു കുഴി കാണുന്നു. ആ കുഴിയിലങ്ങ് വീണിട്ട് സ്വയം ആ കഴുതങ്ങ് മരിച്ചു പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഇനി ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു കഴുതയുടെ ബന്ധമെങ്കിലും, ആ ഒരു കഴുതയുടെ മഹബത്തെങ്കിലും, ആ ഒരു കഴുതയുടെ സ്നേഹമെങ്കിലും ഈ സമുദായത്തിലേക്ക് ലഭിച്ചു എങ്കിൽ രക്ഷപ്പെടുമായിരുന്നു നമ്മൾ. കോവിഡിൽ നിന്നല്ല, എല്ലാ മുസീബത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ആ നേതാവുമായിട്ട് നമുക്കിന്ന് ബന്ധമില്ലാതെയായി പോയി. മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി വലിച്ചു പറയുന്നില്ല, ഞാൻ ചുരുക്കട്ടെ. അതുകൊണ്ട് ഒറ്റ കാര്യം പറയുന്നു, ആ ഹബീബുള്ള കടപ്പാടുകൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എങ്കിൽ ആ കടപ്പാട് ഇനിയും നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ഹബീബ് സ്നേഹിച്ച സദസ്സുകൾ, സ്നേഹിച്ച വിജ്ഞാനങ്ങൾ, സ്നേഹിച്ച മുതഅല്ലിമീങ്ങൾ, സ്നേഹിച്ച ആലിമീങ്ങൾ, സ്നേഹിച്ചിരിക്കുന്ന ഒരുപാട് ദീനിന്റെ ശിആറുകൾ, അതിനൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോ, അതിനെ ബഹുമാനിക്കുമ്പോ അത് ഹബീബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ അഖരിബാഗ്, അവിടുത്തെ അഖിലുകാർ, കുടുംബങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്നേഹിക്കൽ കടപ്പാടാണ്, നിർബന്ധമാണ്. എങ്കിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാട്, അല്ലാഹുവല്ലേ പറഞ്ഞത്, അല്ലാഹുവല്ലേ പഠിപ്പിച്ചത്. അല്ലാഹുവിനേക്കും ഹബീബിനേക്കും തമ്മിലുള്ള ബന്ധം ഒറ്റ കാര്യം ചിന്തിച്ചാ പോലെ നമുക്ക് ഈ പ്രചരണം ആരാ ഏറ്റെടുത്തത്? അല്ലാഹു. ആകാശലോകങ്ങളിൽ, സ്വർഗലോകങ്ങളിൽ, സൗരയൂഥങ്ങളിൽ, ക്ഷീരപഥങ്ങളിൽ, എല്ലാ താരങ്ങളിലും നക്ഷത്രങ്ങളിലും ഒക്കെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് തങ്ങളെ പരിചയപ്പെടുത്തി. അമ്പിയാക്കന്മാരെ പ്രചരണത്തിന് വേണ്ടി ഇറക്കി. അവരവരുടെ സമുദായത്തോട് പറഞ്ഞു, അവര് കാത്തിരുന്നു. റസൂലുള്ളാഹിന്റെ മുഖം അവര് പരിചയപ്പെട്ടു. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന മദീനത്തെ മണ്ണ് പോലും ആ കഴിഞ്ഞകാല പ്രവാചകന്മാര് പഠിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർ അന്നേ വന്ന് കാത്തിരുന്നില്ലേ മദീനയിൽ? അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ പോകാൻ എന്താ കാരണം? ആ വീട് പൂർവികന്മാരായ ഉപ്പാപ്പമാരും ഹബീബ നാട്ടിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിയ വീടാണ് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്. അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ വന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷം മുത്തായ നബി തങ്ങൾ പറഞ്ഞു, അബൂ അയ്യൂബ്, നീ മേലെ കിടന്നോ,
നീയും നിന്റെ ഭാര്യയും മക്കളും ഞാൻ ഈ താഴെ കിടന്നുകൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ അബു അയ്യൂബ് അൻസാരിക്ക് ഉറക്ക് വന്നില്ല. ഹബീബിന്റെ മുകളിൽ കിടക്കാൻ കഴിയാതെ ഉറങ്ങാതെ താനും തന്റെ ഭാര്യയും ദിവസങ്ങളോളം ഉറങ്ങിയില്ല എന്നറിഞ്ഞപ്പോഴും അത് ഹബീബിന് വേദനയായി. അതിന് ശേഷമല്ലേ അവർ മാറിയത്. ഹബീബ് മേലോട്ട് പോയി, അവർ താഴെ ഇറങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കൃത്യമായ പബ്ലിസിറ്റിയിലൂടെ ലോകത്ത് കടന്നു വന്ന ആള് ഒരേ ഒരാള് മാത്രമാണ്. അതാരാണ്? ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കടം എന്താണ്? സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. നമുക്കറിയാം എല്ലാവരുടെ കയ്യിലും ഇന്ന് കൗണ്ടർ ഉണ്ട്. പക്ഷേ ഈ കൗണ്ടർ നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ടാവാം. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 2 ഫിത്തന പറയും, 2 സ്വലാത്തില്ല 4 ഫിത്തന പറയും. ഉടനെ നമ്മളത് കളയും. അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ കൽബിൽ ചിന്തിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ കൽബിൽ വരും. ഇങ്ങനെ മോശപ്പെട്ട മനസ്സുമായിട്ട് വൃത്തികെട്ട നാവുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലെ സ്വലാത്തുകൾ ചൊല്ലുന്നവരായാൽ ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് വേണ്ട ഫലം കിട്ടുമോ? അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഹബീബിന്റെ മേലെ സ്വലാത്തുകൾ എത്ര കണ്ട് നിങ്ങൾ ചൊല്ലുന്നുണ്ടോ? ഉബയ്യ് ഇബ്നു കഅബ്, സ്വലാത്തുകൾ നീ വർദ്ധിപ്പിച്ചാൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, നിന്റെ എല്ലാ ടെൻഷനുകളും നിനക്ക് പോകുമെന്ന് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹ്. അങ്ങനെ വന്നാൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് റബ്ബിന്റെ ഖലാഖ് പ്രകാരം പോസിറ്റീവായി എന്ന് വിചാരിക്കുക. എന്തിനു പേടിക്കണം? എനിക്ക് എന്റെ ഹബീബുണ്ട്. ഞാൻ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഹബീബിന്റെ സാന്നിധ്യം എനിക്കുണ്ടാകും. എന്റെ ഹബീബ് എന്നെ കൈപിടിക്കും. എന്റെ ഹബീബ് എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കും. എന്റെ ഹബീബ് ആ ഖബറിൽ വരും. എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് അവസരം കിട്ടും. എന്റെ ഹബീബിന്റെ സ്വർഗത്തിലേക്ക് എനിക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോസിറ്റീവായ ചിന്തകൾ നമുക്ക് ലഭിക്കുമ്പോൾ, നല്ല പോസിറ്റീവ് നല്ല സ്ട്രോക്കുകൾ നമുക്ക് വരുമ്പോൾ, നമുക്കൊരു ആത്മീയമായ ധൈര്യം അല്ലാഹു നമുക്ക് തരും. റാഹത്തോടെ വീണ്ടും കുടുംബത്തിലേക്ക് വന്നുകൊണ്ട് നല്ല ഒരു ജീവിതം നമുക്ക് അല്ലാഹുവിനും അവന്റെ ഹബീബിനും ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. എല്ലാ ആഫത്ത് ബലാ മുസീബത്തിൽ നിന്ന്, എല്ലാവിധ ഇന്ന് വ്യാപകമായിരിക്കുന്ന കൊറോണ, അതിനുമായി ബന്ധപ്പെട്ട പേടിപ്പെടുത്തുന്ന പനി, എല്ലാറ്റിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ ഇരുത്തിയിട്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഞാൻ ദുആ ചെയ്യും. ഞങ്ങൾ ഇവിടെ അല്ലാഹു സ്വീകരിക്കുമെന്ന നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവിനോട് നിങ്ങളും ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. ശബ്ദം കേൾക്കുന്ന ആളുകൾ നമ്മുടെ ഈ കണ്ടറൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ സ്ഥാപനത്തിനൊക്കെ സഹായിക്കുക. നമ്മുടെ ദർസും അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഇൽമിനെ പറയാ, ഇൽമ് പ്രചരിപ്പിക്കുക. 23 വർഷക്കാലം അവിടുത്തെ നാവിൽ നിന്ന് വീണതെല്ലാം വിജ്ഞാനമല്ലേ, വിജ്ഞാനമുത്തുകളല്ലേ. പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് 10 ലക്ഷത്തിലേറെ ഹദീസുകൾ ലോകത്തിലേക്ക് നൽകിയെങ്കിൽ അതാണ് നമ്മുടെ മുമ്പിൽ ഇന്നും നമുക്ക് ആകെയുള്ള പിടികയറായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഹബീബുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചാൽ ഒന്നും നമുക്ക് പേടിക്കാനില്ല, യാതൊരു സംശയവും വേണ്ട. അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു പിടികയറായിട്ടുള്ളത് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുവാൻ, കോടാനുകൂടി സ്വലാത്തുകൾ ചൊല്ലാൻ നമ്മുടെ മജ്‌ലിസിൽ നിന്ന് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര സ്വലാത്തുകളാണ് നമ്മളെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ അവസരങ്ങളൊക്കെ അല്ലാഹു വീണ്ടും നമുക്ക് നൽകാൻ വേണ്ടി നിങ്ങളൊക്കെ പെട്ടെന്ന് ഇതിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നന്നായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ആശുപത്രിയിൽ കിടക്കുന്ന എല്ലാ പോസിറ്റീവായി കിടക്കുന്ന സഹോദരന്മാരെയും മറ്റു വിഷമങ്ങൾ രോഗങ്ങളുമുള്ള എല്ലാവരെയും അല്ലാഹു എത്രയും പെട്ടെന്ന് ഹബീബിന്റെ ബറക്കത്ത് കൊണ്ടിട്ട് വേഗത്തിൽ വീടുകളിൽ എത്തിച്ചുകൊണ്ട് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം നൽകട്ടെ. ഇവിടെ സദഖ ചെയ്ത എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും വാരിക്കോരി നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.